എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതാണ്. ചങ്ങായിമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിലെ ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത. അത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ഈ ആഴ്ചയിലും ധാരാളം കന്നുകാലികൾ വന്നിട്ടുണ്ട്. പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ പെരുന്നാളിന് ഇനി ഏകദേശം ഒരു 10-25 ദിവസമുള്ളൂ, ഒരു മാസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ. പെരുന്നാളായതുകൊണ്ട് ധാരാളം കന്നുകാലികൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൻപുറത്ത് വളർത്തി വലുതാക്കിയിട്ടുള്ള നാടൻ പോത്തുകളും നാടൻ കാളകളൊക്കെ ധാരാളമായിട്ട് ഇപ്പൊ ചന്തയിൽ വന്നിട്ടുണ്ട്. നാടൻ കന്നുകളാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകാലികളൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ ചന്തയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചന്തയിലെ ഈ ആഴ്ചത്തെ വിലയും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ കാളകളെയും വളർത്ത് കാളക്കുട്ടികളെയും പശുക്കളെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആന്ധ്ര കാളകൾ അല്ലെങ്കിൽ ഒറീസ കാളകൾ എന്നൊക്കെ പറയുന്ന ഇറച്ചി ആവശ്യത്തിന് മാത്രം പോകുന്ന രീതിയിലുള്ള കാളകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കാളകളൊന്നും ഈ കൂട്ടത്തിലില്ല. എല്ലാം ഇറച്ചി ആവശ്യത്തിന് പോകുന്ന രീതിയിലുള്ള കാളകളാണ്. ആന്ധ്ര കാളകൾ, ഒറീസ കാളകൾ അല്ലെങ്കിൽ പട്ടിക്കന്ന്, നാനാക്കന്ന് എന്നൊക്കെ ചന്തയിൽ വിളിക്കുന്ന രീതിയിലുള്ള കാളകളാണ്. ഓരോരോ ആളുകൾ അല്ലെങ്കിൽ ഓരോരോ ഭാഗത്തുള്ള ആളുകളൊക്കെ ഓരോരോ പേരുകളിലാണ് ഇതുപോലുള്ള കന്നുകാലികളൊക്കെ വിളിക്കാറുള്ളത്. ഒരുപാട് കന്ന് ഈ ആഴ്ചയിലും വന്നിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ചന്ത ഫുള്ള് സജീവമാണ്. ഒരുപാട് കന്നുകാലികൾ ചന്തയിൽ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഉളുഹിയത്ത്, അക്കീക്കത്ത് പോലെയുള്ള ബലികർമ്മങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാളകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. കൂടുതലും തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാങ്കയം കാളകൾ അല്ലെങ്കിൽ ജല്ലിക്കെട്ട് കാളകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് കാളകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഏകദേശം 85-90 കിലോ മുതൽ 200-220 കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കാളകൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾക്കൊക്കെ 45,000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതൊക്കെ മിക്സഡ് ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 80-85 കിലോ മുതൽ 200 കിലോ 210 കിലോനൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാളകളുണ്ട്. എല്ലാം ജല്ലിക്കെട്ട് കാളകൾ അല്ലെങ്കിൽ കാങ്കേയം കാളകൾ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാളകളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്. ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഓരോന്നിന്റെ ഭംഗിക്കും അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയുന്നത്. അതും ആളും തരം നോക്കിയിട്ടൊക്കെ ചന്തയിൽ പറയും. കച്ചവടക്കാർ ചോദിക്കുമ്പോൾ ആ ലെവലിലുള്ള വിലയും പാർട്ടിക്കാരോട് ആ ലെവലിൽ അനുസരിച്ചിട്ടുള്ള വിലയുകളാണ് അവർ പറയാറുള്ളത്. നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കണം. ചന്തയിൽ കച്ചവടക്കാർ അവരുടെ വില പറയും, നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കണം. ആദ്യമായിട്ടൊക്കെ ചന്തയിൽ വരുന്നവരാണെങ്കിൽ ചന്തയിൽ വന്ന് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും. ചന്തയിൽ എടുത്തു തരാൻ അല്ലെങ്കിൽ മേടിച്ചു തരാനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ, കച്ചവടക്കാർ, ഇടനിലക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ മേടിക്കുന്നതിനേക്കാൾ നല്ലത് അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ചന്തയിൽ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആരെങ്കിലും പരിചയക്കാരെയൊക്കെ കൂടെ കൂട്ടിയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഈ ഭാഗത്ത് ഓങ്കോളിൻ്റെ അടുത്തപ്പെട്ടത് അല്ലെങ്കിൽ ഓങ്കോളിൻ്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചെറിയ കുട്ടിയാണ്, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസമൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ. വളരെ ചെറിയൊരു കുട്ടിയാണ്. ഈ കാണുന്ന കുട്ടിക്ക് ചന്തയിൽ 24,000 രൂപയാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചോദിക്കുന്ന വിലയാണ് 24,000 രൂപ. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. ചന്തയിൽ ഇപ്പോൾ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളർത്തുകുട്ടികൾക്കാണെങ്കിലും ഇറച്ചി ആവശ്യത്തിന് വരുന്ന കന്നുകൾക്കാണെങ്കിലൊക്കെ നല്ല രീതിയിൽ വില ഉണ്ട്. ഇറച്ചി കന്നുകൾക്കൊക്കെ ഏകദേശം 450-500 ആ ലെവലൊക്കെ മീറ്റിന്റെ ലെവൽ കണക്കാക്കിയിട്ടാണ് വില പറയുന്നത്. ഇവിടെ ഓങ്കോളിൻ്റെ ഒരു ക്രോസ് ബ്രീഡ് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്. ഇതും 1 വയസ്സിന് താഴെ മാത്രം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കന്നാണ്. ഇതൊക്കെ ഏകദേശം 30 രൂപ 32 രൂപ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കുട്ടി തന്നെയാണ്. 30-32 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് പറയുന്നത്. അതാണ് നമ്മൾ കറക്റ്റായിട്ടൊരു വില പറയാത്തത്.
ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് മൂരികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ചീമക്കാളുകൾ അല്ലെങ്കിൽ ചീമക്കന്നുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് ഒരു 3 മൂരികളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതും 2 വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞിട്ടുള്ള നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകളാണ്. ഉളുഹിയ്യത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കന്നാണ്. ഏകദേശം ഒരു 100 കിലോ 120 കിലോ മുതൽ 150 160 കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന കന്നുകൾ ഇതായിക്കൂട്ടത്തിലുണ്ട്. ഇവിടെ ഒരെണ്ണം ഏകദേശം ഒരു 200ന്റെ മുകളിൽ മീറ്റ് കിട്ടുന്ന ഒരു കന്നാണ്. ഉളുഹിയ്യത്ത് അക്കീക്കത്ത് പോലെയുള്ള ബലികർമ്മങ്ങൾക്ക് എല്ലാം ഒഴിവാക്കിയിട്ട് ഇറച്ചി മാത്രമല്ല എടുക്കുക, എല്ലും ഇറച്ചിയും നെയ്യും ഒക്കെ കൂടിയിട്ട് മിക്സഡ് ആയിട്ടാണ് എടുക്കുക. അങ്ങനെ വെട്ടി കൂട്ടുമ്പോൾ ചിലപ്പോൾ 200ന്റെ മുകളിൽ 220 230 ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം വലിയൊരു കന്നാണ്. നാടൻ കന്നുകൾക്കൊക്കെ ഇറച്ചിക്കാനുണ്ടാവും, കൂടുതൽ ഇറച്ചി കിട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകാലികൾക്കൊക്കെ എല്ലും തോലൊക്കെ വേസ്റ്റേജ് കൂടുതലായിട്ട് പോകും. നാടൻ കന്നുകൾ ഇറച്ചിക്കനം കൂടും, അതുകൊണ്ട് തന്നെ കൂടുതൽ മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ഭാഗത്ത് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെയൊക്കെ വിൽക്കുന്ന ഒരു ഏരിയയാണ്, നാടൻ കന്നുകളെ വിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ട്. നാടൻ കന്നുകൾ ധാരാളമായിട്ട് ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. ഗിയറിൻ്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള ഒരു കന്നാണ് ഇതായി കാണുന്നത്. ഇവിടെ ഓങ്കോളിൻ്റെ അടുത്ത് പെട്ടിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി 2 കാളക്കുട്ടികൾ ഇതപ്പോൾ വന്നിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി 2 കുട്ടികളാണ്. ഒരെണ്ണം വെള്ള നിറത്തിലുള്ളതാണ്, ഒരെണ്ണം ചെറുതായിട്ട് ഒരു കറുപ്പ് ഷെയ്ഡിങ് ഉണ്ട്, ചാര നിറത്തിലുള്ള ഷെയ്ഡിങ് കയറി വരുന്നുണ്ട്. ഇപ്പുറത്തുള്ളത് വെള്ള നിറത്തിലുള്ള അടിപൊളി കന്നാണ്. അതുപോലെ തന്നെ അതാ ഗിയറിന്റെ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കന്നതായി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടികളിൽ നിന്ന് വരിയായിട്ട് ഓരോന്നിനെ ഇറക്കി കെട്ടുന്നതേ ഉള്ളൂ. ഗിയറിന്റെ അടുത്തപ്പെട്ടതൊക്കെ ഏകദേശം 1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കന്നാണ്. ഓങ്കോളിന്റെ അടുത്തപ്പെട്ടിട്ടുള്ള കാളകൾ 1 വയസ്സിന് താഴെ മാത്രം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള 2 കന്നുകളാണ്. കണ്ടപ്പോൾ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ 2 നമുക്ക് മേടിച്ച് നിർത്താമെന്നുണ്ടായിരുന്നു. അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 കൂടി അവർ 75 രൂപയാണ് ചോദിച്ചത്. ഈ കാണുന്നത് വെള്ള നിറത്തിൽ ഒറ്റ നിറത്തിലുള്ള അടിപൊളി ഒരു കന്നാണ്. നമുക്ക് 2 ഈ ഒരെണ്ണത്തിനെയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ 2 കൂടി 75 രൂപ പറഞ്ഞപ്പോൾ വില കൂടുതലായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ഈ ഒരെണ്ണത്തിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് തരുമെന്നുള്ള അവർക്ക് ബാർഗെയിൻ ചെയ്ത് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഒരെണ്ണത്തിന് 45 രൂപ വേണം എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി കന്നാണ്. 45 രൂപയാണ് ചന്തയിൽ ചോദിക്കുന്ന വില. ഏകദേശം 1 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കന്നാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എത്ര രൂപ വരെ കൊടുത്തെടുക്കാനുള്ള മുതലുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെയാണ് കെട്ടിയിട്ടുള്ളത്. കൂടുതലും കറവ പറ്റിയതും ചെന പിടിക്കാത്തതൊക്കെ ആയിട്ടുള്ള ഇറച്ചി ആവശ്യത്തിന് പോകുന്ന തടിപ്പശുക്കളാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. കറവ പശുക്കളെയൊക്കെ കൂട്ടത്തിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു ഭാഗത്താണ് പിടിച്ചു നിൽക്കുന്നത്. കറവ പശുക്കളെ മാത്രം വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഭാഗത്താണ് കറവയുള്ള പശുക്കളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് കൂടുതലും കറവ പറ്റിയിട്ടുള്ള പശുക്കളും ചെന പിടിക്കാത്തതൊക്കെ ആയിട്ടുള്ള ഇറച്ചി ആവശ്യത്തിന് പോകുന്ന അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കുറച്ച് പശുക്കളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഏകദേശം 35,000 രൂപ മുതൽ 40 രൂപ 45 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളാണ് ഈ കൂട്ടത്തിൽ കൂടുതലായിട്ടുള്ളത്. ചിലതൊക്കെ 1 ലിറ്ററോ 1/2 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള പശുക്കളും ആ കൂട്ടത്തിലുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ആന്ധ്രാക്കാളകളെ അപ്പോൾ ലോറികളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇറക്കുന്നതേ ഉള്ളൂ. ആന്ധ്രാക്കാളകളാണ്. ഈ കാണുന്ന കാളകൾക്കൊക്കെ 80 രൂപ 90 രൂപ റേഞ്ചൊക്കെയാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ത ഇപ്പൊ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പൊ സമയം ഏകദേശം 7 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ വെയിൽ ചൂടായി തുടങ്ങിയാൽ ഒരു 10-11 മണിയൊക്കെ ആവുമ്പോൾ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ആഴ്ചത്തെ കാളകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ കൂടെ കൂടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.